ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്കറിയാം UPSC പ്രിപ്പറേഷനിൽ, സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കറണ്ട് അഫെയർസ്. ഈ കറണ്ട് അഫെയർസ് നമ്മൾ കണ്ടെത്തുന്നത് പത്രവായനയിലൂടെയാണ്. പ്രധാനമായിട്ടും ഹിന്ദു ന്യൂസ് പേപ്പർ റീഡിങ്ങിലൂടെയാണ് നമ്മൾ കറണ്ട് അഫെയർസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഹിന്ദു വായന നിർബന്ധമാണ്. പക്ഷേ പല ആളുകൾക്കും തുടക്കത്തിൽ UPSC പ്രിപ്പറേഷനിലേക്ക് വരുന്ന ആളുകൾക്കും അമിതമായി സമയം നഷ്ടപ്പെട്ടു പോകുന്ന, നമുക്ക് ആവശ്യമില്ലാതെ സമയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പഠനമാണ് പത്രം വായന എന്നുള്ളത്. പല ആളുകളും 3-4 മണിക്കൂറൊക്കെ പത്രത്തിന് വേണ്ടി വായിക്കുന്നു. പക്ഷേ എങ്ങിട്ടും അതിൽ നിന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല എന്ന രീതിയിലൊക്കെ പല പരാതികളും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നല്ല എഫക്റ്റീവായിട്ട് UPSCക്കും വേണ്ടി, സിവിൽ സർവീസ് നേടാൻ വേണ്ടിയുള്ള പത്രവായന എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ പത്രം വായിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു പത്രം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കറണ്ട് അഫെയർസ് നമ്മൾ ക്ലിയറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. ഹിന്ദു ആണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല എക്സ്പ്രസ്സോ മറ്റുള്ള മലയാളം പത്രങ്ങളായാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, പത്രം വായിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇതുപോലുള്ള മറ്റ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസുകളും നിങ്ങളുടെ സംശയങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിർബന്ധമായിട്ടും പത്രം വായന തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾക്ക് സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും സമയം പോകുന്ന ഒരു കാര്യം, ഔട്ട് ഓഫ് സിലബസായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായിച്ചു പോകുന്നതാണ്. കാരണം പത്രത്തിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ്. പക്ഷേ UPSC അത് സഹായിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ GS 1, 2, 3, 4 പ്രധാനമായിട്ടുള്ള സിലബസ് എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ പത്രം വായനയിലേക്ക് കടക്കേണ്ടതുള്ളൂ. ഇനി അത് മനഃപ്പാടമാക്കണമെന്ന് ഞാൻ പറയില്ല. പകരം എന്ത് ചെയ്യുക, ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ പത്രം വായിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ മുന്നിലുണ്ടായി കഴിഞ്ഞാൽ എല്ലാ സമയത്തും അതിലേക്ക് നോക്കണം എന്നല്ല, മറിച്ച് ചില സംശയങ്ങളൊക്കെ വരുമ്പം ഇത് ഏത് സിലബസിൽ, ഏത് GS 1, 2, 3, 4 ഏതിൽ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു പ്രിൻ്റ് ഔട്ട്, സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. അത് നിരന്തരമായിട്ട് വായിക്കണം. പിന്നെ നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങൾ പേപ്പർ നോട്ട് ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ മന്ത്ലി മറ്റുള്ള ഏതെങ്കിലും ഓൺലൈൻ സോഴ്സുകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് മന്ത്ലി അതൊന്ന് റിവിഷൻ ചെയ്താൽ മതി. പത്രം വായന മാത്രം ഇവിടെ നടന്നാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ എഴുതി വെക്കാനായിട്ട് മാത്രമായിട്ടൊരു ബുക്ക് ഉണ്ടാക്കുക. അതിൻ്റെ പല ആളുകളും ഇങ്ങനെയും ചെയ്യാറുണ്ട്. GS 1, 2, 3, 4 ഓരോ പുസ്തകം അല്ലെങ്കിൽ ഓരോ ഭാഗം എന്നുള്ള രീതിയിലും എന്ത് ചെയ്യാറുണ്ട്, അത് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അതല്ല, ഒരൊറ്റ പുസ്തകമാണ് GS 1, 2, 3, 4 വേണ്ടിയെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, GS 1, 2, 3 ഏതാണ് വരുന്നതെന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് നോട്ട്സ് എഴുത്തും അതിൻ്റെ കൂടെ സിലബസും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എങ്ങനെ വായിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഫ്രണ്ട് പേജാണ്. നമ്മൾ സിലബസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വായിക്കേണ്ടതേ ഉള്ളൂ. അതിൽ ഫ്രണ്ട് പേജ് നിർബന്ധമായിട്ടും, ഫ്രണ്ട് പേജിൽ നമ്മൾ UPSC ഓറിയൻറ്റഡിൽ 1-2 ന്യൂസ് ഉണ്ടാവും. അത് നിർബന്ധമായിട്ടും വായിക്കണം എന്നുള്ളതാണ്. അത് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് പ്രധാനപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിൽ തന്നെ നമ്മളെ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട ചില ന്യൂസുകളും ചില ലോക്കൽ ന്യൂസുകളും അതിലുണ്ടാവും. അത് ജസ്റ്റ് നിങ്ങളൊരു അറിവിന് വേണ്ടി മാത്രം ഒന്ന് വായിച്ചു നോക്കേണ്ടതേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ പേജ്. രണ്ടാമത്തെ പേജ് മുതൽ നമ്മൾ ലോക്കൽ ന്യൂസുകളാണ്, അഥവാ കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടതായിരിക്കും അധികം ഉണ്ടാവുക. നിങ്ങൾ ലോക്കൽ ബന്ധപ്പെട്ട ന്യൂസുകളായിരിക്കും ഉണ്ടാവുക. അത്തരം വാർത്തകളൊക്കെ നിങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഒരു ഹെഡ്ലൈൻ എങ്കിലും വായിച്ചു പോവുക. അതിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടത് നമ്മളുടെ സിലബസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നമുക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളോ എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അതിൻ്റെ ന്യൂസും ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസിലേക്ക് വായനയിലേക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഹെഡിങ് മാത്രമേ വായിച്ചു നോക്കേണ്ടതുള്ളൂ. പിന്നീട് നമ്മൾ വരുന്നത് സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു കോളം ഉണ്ടായിരിക്കും, ഒരു പേജ് ഉണ്ടായിരിക്കും. ആ പേജിൽ അതിലും നിങ്ങൾക്ക് പ്രധാനമായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് വായിച്ച് പോകേണ്ടതുള്ളൂ. അതിൽ 1-2 ന്യൂസുകളൊക്കെ അങ്ങനെ സിലബസുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വരാറുണ്ട്. തൊട്ടടുത്ത പേജ് നാഷണൽ പേജായിരിക്കും. നാഷണലുമായി ബന്ധപ്പെട്ട ഇഷ്യൂസുള്ള ആ പേജുകൾ നന്നായിട്ട് വായിക്കേണ്ടതുണ്ട്. അത് നാഷണൽ പ്രാധാന്യമുള്ള ലോകളും അത് പുതിയ ആക്റ്റുകളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ പറയുക. അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക. അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിലും ഔട്ട് ഓഫ് സിലബസ് വരികയാണെങ്കിൽ അത് ഒഴിവാക്കണം. അല്ലാത്ത കാര്യങ്ങൾ വായിച്ച് നോട്ട് ചെയ്താനും മറക്കരുത്. ഇതിന് പ്രത്യേകം മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, പിന്നെ അപകടങ്ങൾ, മരണങ്ങൾ, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒഴിവാക്കാവുന്നതാണെന്നുള്ളതാണ്.
അടുത്ത പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ എഡിറ്റോറിയൽ പേജാണ്. ആ 2 എഡിറ്റോറിയലും എഡിറ്റർ കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. കാരണം അത് ഇന്നലെ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളായിരിക്കും അതിൽ ഡിസ്കസ് ചെയ്യുക തൊട്ട് തലേ ദിവസത്തെ. അപ്പോൾ അത് നിങ്ങൾ വായിച്ച ഒരു അനാലിസിസ് ലെവൽ കൂട്ടാൻ വേണ്ടി നിങ്ങളെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും ആ 2 പേജിലും കൂടി അതെന്തായാലും വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ 2 എഡിറ്റോറിയൽ കോളം മറക്കരുത്. മറ്റുള്ള ചില ആർട്ടിക്കിൾസ് ആണെങ്കിലും മറ്റ് 2 പേജിലുണ്ടാവുന്നത് അതിൽ നമ്മളുടെ UPSC സിലബസുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾസ് ഒരു 4 ആർട്ടിക്കിൾസ് ആണ് ഉള്ളതെങ്കിൽ അതിൽ 1-2 ആർട്ടിക്കിൾസ് എപ്പോഴും UPSCക്ക് റെലവൻ്റ് ആയിരിക്കും. അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾ രാവിലെ തന്നെ അത് വായിച്ചു തീർക്കണം എന്നില്ല, മറ്റൊരു സമയത്ത് വായിച്ചാലും മതി. കാരണം ബോറടിച്ച് നിർത്തേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അത് വായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചില ഓരോ പ്രോബ്ലംസാണ് പറയുന്നതെങ്കിൽ അതിലെ സജഷൻസും വേ ഫോർവേഡ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പ്രോബ്ലംസും ചലഞ്ചസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളെ മെയിൻസിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ എഡിറ്റോറിയൽ കോളവും അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾസും വായിക്കുന്നത്. പിന്നീടുള്ള പേജുകളിൽ വരുന്നത് തൊട്ടടുത്ത പേജിൽ പ്രധാനമായിട്ടും ഫ്രണ്ട് പേജിൽ നിന്നുള്ള ബാലൻസ് കാണാറുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ അത് ഫ്രണ്ട് പേജിൽ നമ്മൾ UPSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഡിസ്കസ് ചെയ്തെങ്കിൽ അതിൻ്റെ ബാക്കി നിങ്ങൾക്ക് ഇവിടെ വായിക്കാം, അതും വായിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ വരുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു പേജ് വരുന്നുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പേജിൽ എക്കണോമിക്സ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും നിർബന്ധമായിട്ടും വായിക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ പക്ക ചില സ്ഥാപനങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുകളൊക്കെ നിങ്ങൾക്ക് ന്യൂസുകളൊക്കെ എന്താവുന്നതാണ് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് പേജ് വരാറുണ്ട്. സ്പോർട്സ് പേജിൽ പ്രധാനമായിട്ടും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചില സമയത്തൊക്കെ സ്പോർട്സിലെ ചില ന്യൂസുകളൊക്കെ UPSC ചോദിച്ചിട്ടുണ്ട്. ഈ പക്ക നമ്മൾ ഓരോ കളികളും ഓരോ മാച്ചുകളും ബന്ധപ്പെട്ട ന്യൂസുകളൊന്നും അറിയേണ്ടതില്ല. പക്ഷേ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില ടെക്നിക് ടേമുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി സ്പോർട്സ് പേജ് വായിച്ചിരിക്കുക. പിന്നെ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞൊരു പേജൊക്കെ വരാറുണ്ട്. അതും UPSC ബന്ധപ്പെട്ട ആട്ടങ്ങൾ ചില ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീക്കിലി ഒരു ദിവസം എന്ത് ചെയ്യാറുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളൊരു ന്യൂസ് വരാറുണ്ട്. അത് നന്നായിട്ട് നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ ചോദിക്കുന്നത് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ ആ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള വിശദമായിട്ടുള്ള വായന എന്ത് ചെയ്യാൻ നടത്തുക, അതിനുവേണ്ടി നോട്ട്സ് തയ്യാറാക്കുക. അതുപോലെ തന്നെ എക്കണോമിക്സും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ് UPSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, എക്കണോമിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും. അപ്പോൾ ആ 2 പേജും നല്ല രീതിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. പിന്നെ ഈ എക്കണോമിക്സ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ പത്രത്തിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ബേസിക്സിൽ നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ബേസിക്സായി ബന്ധപ്പെട്ട എക്കണോമിക്സ് കാര്യങ്ങൾ നല്ല മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് എക്കണോമിക്സ് വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഇത്തരത്തിലൊരു വായിക്കാൻ ഏകദേശം ഒരു ഫസ്റ്റ് ബിഗിനേഴ്സിന് ഏകദേശം ഒരു 2 മണിക്കൂർ വരെ എടുക്കാവുന്നതാണ്. കൂടുതൽ സമയത്തിന് വേണ്ടി ചിലവാക്കേണ്ടതില്ല. നമുക്ക് ഇമ്പോർട്ടൻസ് എല്ലാ തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ കോളം വായിക്കുമ്പം നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അറിവാണ്. ചില പാരഗ്രാഫുകളും പെട്ടെന്ന് ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളും പാരഗ്രാഫുകളൊക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പഠിച്ച് എന്ത് ചെയ്യണം അതും അങ്ങനെ ഒഴിവാക്കിയിട്ട് സ്പീഡിൽ വായിച്ചെടുക്കുന്ന ലാസ്റ്റ് ഇനി ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 hour 15 minutes ആ സമയത്തൊക്കെ പത്രം വായിച്ച് തീർക്കുന്ന രീതിയിലേക്ക് എത്തിക്കണം. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ തുടക്കത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. കൂടുതൽ സമയം അതിനു വേണ്ടി ചിലവാക്കണ്ട. എങ്കിലും പത്രം വായന ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കാരണം നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എസ്സേക്കും മറ്റുള്ള ആൻസർ റൈറ്റിങ്ങിന് വ്യത്യസ്ത അനാലിസിസ് നമുക്ക് കിട്ടണമെങ്കിൽ ന്യൂസ് പേപ്പർ റീഡിങ് അനിവാര്യമാണ്. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂസ് പേപ്പർ അനിവാര്യമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചില ഓൺലൈൻ മീഡിയകളിൽ യൂട്യൂബിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഡെയിലി അനാലിസിസ് നടക്കുന്നുണ്ട്. അത് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ ബൈജൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ കേൾക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വായിക്കേണ്ടത്, ഞാൻ വായിക്കുന്നത് തെറ്റായ രീതിയിലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയുള്ള കാര്യം ഞാൻ വായിക്കാതെ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ കൂടെ ഒരു മന്ത്ലി മാഗസിൻ എന്ത് ചെയ്യുക, വിഷൻ്റെതോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻസൈറ്റ് പോലത്തെ ഏതെങ്കിലും ഒരു മന്ത്ലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക ഫോളോ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ഇത്തരം രീതിയിൽ ഒരു മാസമൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു തറവാവും. അതുപോലെ തന്നെ അതെങ്ങനെ വായിക്കേണ്ടതെന്നുള്ളതും അതിൻ്റെ സമയം കുറഞ്ഞു കിട്ടാനും സഹായിക്കും. അപ്പോൾ എല്ലാവരും കറണ്ട് അഫയേഴ്സും മറ്റുള്ള എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ച് ഉടൻ തന്നെ സിവിൽ സർവീസ് കിട്ടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ടും ഉടൻ കാണാം. ബൈ.